അയ്യോ നിന്റെ പൈസ ഞാൻ തരാട്ടോ 2 ദിവസം കൊണ്ട് കിട്ടി. എവിടെ പോയാ? ഇവിടെ എന്തേലും ഉണ്ടായിരുന്നോ? വർക്ക് ഉണ്ടാവും അല്ലേ? ഞാൻ ഇവിടെ 3-4 വീടുണ്ടോ. പിന്നെ കൊറേ ആൾക്കാർ ഈ മാസം എന്തില്ല പൈസ എടുക്കാത്തുണ്ട്. എല്ലാ വീട്ടിലും കയറിയില്ല എന്റെ പരിപാടി. അതെ. അല്ല ഈ വെയിലത്ത് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നേ? ഞാൻ പെങ്ങളുടെ അടുത്ത് പോയതായിരുന്നു. പിന്നെ ആള് ഓട്ടോറിക്ഷ ഒന്നും വിളിക്കാൻ നിന്നില്ല, നടക്കാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങി തരാം. അയ്യോ വേണ്ട, കുറച്ചാളൂ. ഞാൻ എനിക്ക് പിന്നെ ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന. നിന്നെ കൊണ്ട് പണ്ടേ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചാണല്ലോ. ഇനിയിപ്പോ ചോറ് കഴിച്ചതാ? ചോറ് കഴിച്ച് ഇപ്പൊ അവിടുന്ന് ഹോട്ടലിൽ ചോറും കഴിച്ച് ഇറങ്ങിക്കാളു. പിന്നെന്താ നീ എന്താ പിന്നെ കല്യാണം കഴിക്കാണ്ടെന്നേ? കല്യാണത്തിനെ പറ്റി പിന്നെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അല്ലടാ ശരിക്കും ഞാൻ കാരണാ നീ ആ കല്യാണം കഴിക്കാത്തെ? അയ്യോ ഞാൻ വിട്ട്. എനിക്ക് ഇതിലേ അങ്ങോട്ട് പോയാലേ എന്റെ വീടെത്തും. ഇതിലേ അങ്ങ് പോയാല് നീ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കണ്ട, നീ എന്നെ ഇറക്കി തന്നിട്ട്. എനിക്ക് അന്നത്തെ സാഹചര്യം നിന്നെ അറിഞ്ഞോണ്ട് ചതിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. നീ പറയുന്ന പോലെ ഗൾഫുകാരനെ പൈസ നോക്കി പോയതൊന്നുമല്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നെന്ന് വിചാരിച്ചിട്ട് കുടുംബക്കാരെല്ലാരും ഇല്ലേ, അവരുടെ സമ്മതം എല്ലാം വേണ്ടേ? അന്ന് അതൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അല്ലാണ്ട് നിന്നോട് സ്നേഹം കുറഞ്ഞിട്ടോ പൈസേന്റെ പുറകെ പോയതൊന്നല്ല. അന്നത്തെ സാഹചര്യം അതായതുകൊണ്ട് എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കേണ്ട വന്നു. അതൊക്കെ പോട്ടെ. നമ്മളെന്തെല്ലാം സ്വപ്നം കണ്ടത് നമ്മളെ ജീവിതത്തിനെ പറ്റിയിട്ട്. ഇനിയിപ്പോ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് പോട്ടെ. ഇനിയൊരു അവസരം തന്നു കഴിഞ്ഞാല് എനിക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുവാ? എന്നാ ഞാൻ പോട്ടെ, കാണാം. എന്താ ചെയ്യാ, പണ്ടാരാ പറഞ്ഞു കേട്ടു. ഷിജു ഇടല്ലേ മനസ്സിലത്താ? പിന്നെ ഞാൻ വിളിച്ചാ ഇല്ല, വെറുതെ വിളിച്ചാ. പിന്നെ ഞാൻ ഇപ്പം ഡ്യൂട്ടിയും കഴിഞ്ഞ് വരും. പിന്നെ ഓളെ കണ്ടിക്കടാ. അപ്പോൾ കുഞ്ഞിനോളും കൂടി അങ്ങനെ ഓളെ ഏച്ചിൻ്റെ ഇടയിൽ പോയി തിരിച്ചു വരുന്ന. അങ്ങനെ ഞാൻ വണ്ടിയുമേ കയറ്റി ഞാൻ ഇങ്ങോട്ട് ഓളെ വീടിൻ്റെ അടുത്ത് ഇറങ്ങി കൊടുത്ത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അവളോട് കാര്യങ്ങളിങ്ങനെ ചോദിച്ചു. ഓരോ കാര്യങ്ങളും ചോദിച്ചാൽ എന്നോട് ചോദിച്ചു, നിങ്ങളെ പിന്നെ ഞാൻ കാരണമാണോ കല്യാണം മുടങ്ങിയത്? അപ്പം ഞാൻ പറഞ്ഞേ അത് തന്നെയാ കാരണം എന്നെല്ലാം പറഞ്ഞ്. അവസാനം ഞാൻ അവളോട് ചോദിച്ചു, എന്ത് എനിക്ക് ഇനിയെങ്കിലും എന്നെ കല്യാണം കഴിച്ചുകൂടെ? അവളൊന്നും പറയാണ്ടങ്ങ് പോയി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, കുഞ്ഞിനുള്ളതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ഒന്നും പറയാണ്ട് പോയിക്കുണ്ടാവുക. ഇനി ചിലപ്പോൾ ഞാൻ ചോദിച്ച ഓക്ക് എന്തും വിഷമായിക്കുണ്ടാവോളി, ഇനി അതുകൊണ്ടായിരിക്കുവാ. ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ എന്നോട്. എന്നാൽ ശരിയുടെ എനിക്ക് ആരോ ഫോൺ വരും. ഞാൻ നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ ശരി.